ചേർത്തുകൊണ്ടാണ് ഇതിനെ ഭക്ഷണം സമ്പാദിക്കുവാൻ ആദിപിതാവായ ആദം വഴി ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണം. ജീവിതയാത്രയിലെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ് ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങേ പ്രിയപുത്രന്റെയും മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്ക് സങ്കീർത്തനത്തിന് മറുപടിയായി കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഖ തെസ്സലോനിക്കർക്ക് എഴുതിയ സഹോദരരെ, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിലും നിന്നും ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂകിരണം ചെയ്യട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരിമാർ, ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നാം എല്ലാവരും. കാരണം ഈ എൽറോയ് മിനിസ്ട്രി ഇപ്രകാരം ഒരു മിനിസ്ട്രി ആരംഭിച്ചു എന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വർഷം തന്നെ ഇവർ എന്നോട് വിശദീകരിച്ചതാണ്. എങ്കിലും എനിക്ക് ഇവിടെ വരാനോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനോ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും വിചാരിക്കുകയും ചെയ്തു. ഏതാണെങ്കിലും ഈ ഒരു മീഡിയ മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു മിനിസ്ട്രിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മീഡിയയിലൂടെ സഭാവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയും. ഈ മീഡിയയിലൂടെയുള്ള ഈ ഒരു സഭാവിരുദ്ധതയെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആരംഭത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയും അസ്വസ്ഥതയും ഉണ്ട്. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? മറിച്ച് നമുക്ക് പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അന്ധകാരത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് സുവിശേഷം പറഞ്ഞത്. ലോകം അന്ധകാരത്തിലായിരുന്നു. ദൈവം ഈ ലോകത്തിൽ ഒരു പ്രകാശം കത്തിച്ചു വെച്ചു. ദൈവം കത്തിച്ചു വെച്ച ആ പ്രകാശമാണ് ഈശോ മിശിഹ. അവൻ വന്നപ്പോൾ എല്ലാ ഇരുളും നീങ്ങിപ്പോയി എന്നതാണ് സത്യം. നമ്മുടെയും പ്രതികരണത്തിൻ്റെ ശൈലി അതാണ്.
നമുക്കെതിരായി പറയുന്നവരോട് വഴക്ക് കൂടിയിട്ട് കാര്യമൊന്നുമില്ല, അത് അപ്രസക്തമാണ്. മറിച്ച് നമുക്ക് ഈ ലോകത്തെ അറിയിക്കാൻ ഒരു സുവിശേഷമുണ്ട്. ഈശോ മിശിഹായുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടേതുമായൊരു സുവിശേഷം നമുക്കുണ്ട്. ആ സുവിശേഷത്തെ അറിയിക്കുക. അപ്പോൾ ഈ ഇരുട്ട് തന്നെ നീങ്ങിപ്പോകും. ഇരുളിനോട് പടവെട്ടാൻ വേണ്ടി നമ്മൾ ആയുധമെടുക്കേണ്ട കാര്യമില്ല. ഇരുളിനെ ഇല്ലാതാക്കാൻ വെളിച്ചം കത്തിച്ചു വെച്ചാൽ എന്നതുപോലെ സഭയ്ക്കെതിരായ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും നമ്മൾ ഒരുപാട് ആരോഗ്യം കളയേണ്ട കാര്യമില്ല. മറിച്ച് സഭയുടെ കയ്യിലുള്ള വെളിച്ചമുണ്ട്. ആ വെളിച്ചം സുവിശേഷമാണ്. ആ വെളിച്ചം എന്ന് പറയുന്നത് എല്ലാ ഇരുളിനെയും അകറ്റാനും ഇല്ലാതാക്കാനും കഴിവുള്ളതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ആ വെളിച്ചം കത്തിച്ചു വയ്ക്കുകയാണ് നിങ്ങൾ എൽറോയിക്കാർ ചെയ്തത്. നിങ്ങൾ അപ്രകാരം വെളിച്ചം കത്തിച്ചു വെച്ചപ്പോൾ ഒരുപാട് അന്ധകാരത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇന്നിപ്പോൾ മാധ്യമം എന്ന് പറയുന്നത് ഏതെങ്കിലും വലിയ കുത്തകളിൽ നിന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മാധ്യമ പ്രവർത്തനം നടത്താം എന്നുള്ളതാണ് സത്യം. ഇന്നലെ ഞാൻ കേൾക്കുകയുണ്ടായി, നമ്മുടെ വെള്ളരിക്കുണ്ടിലുള്ള ഒരു സഹോദരൻ ഈ കുർബാന വിവാദത്തെക്കുറിച്ച് ഒരു അച്ഛനോട് നടത്തിയ സംഭാഷണം അദ്ദേഹം പ്രചരിപ്പിച്ചു. അത് എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം പേരെങ്കിലും ഈ ദിവസങ്ങളിൽ കാണാനുള്ളത്, കാണാനൊന്നുമില്ല, അത് കേൾക്കാനും. അതൊരു വലിയ സന്ദേശമാണ്. ഞാൻ പോലും ഒരിക്കലും ചിന്തിക്കാത്തത്ര രീതിയിൽ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാന, ജനാഭിമുഖ കുർബാന, അങ്ങനെ ഒരു കുർബാനയുണ്ട്. ജനത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ കുർബാന ചെല്ലുന്നത്. നമ്മൾ കുർബാന ചെല്ലുന്നത് ദൈവത്തിൻ്റെ മുമ്പിലല്ലേ എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ അതൊരു വലിയ ഉൾക്കാഴ്ചയാണ്. വലിയ ദൈവശാസ്ത്രമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സാമാന്യ ബുദ്ധി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അത് എതിരഭിപ്രായമുള്ള ഒരുപാട് പേരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾക്ക് പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുമ്പോൾ നമ്മളത് ചെയ്യുക. അപ്പോൾ അന്ധകാരങ്ങൾ നീങ്ങിപ്പോകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ആ ഒരു വലിയ ശുശ്രൂഷ നിങ്ങൾ ഈ നാളുകളിലൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭയുടെ പ്രധാന മാധ്യമങ്ങളായ ഷക്കീന ടെലിവിഷൻ്റെയും ഗുഡ്നസിൻ്റെയും ഷാലോമിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇതിലൂടെ പിന്തുണയ്ക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെ ഓർത്ത് അഭിമാനമുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ജോൺസന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത് എങ്കിലും ഒത്തിരി പേര് ഇതിനോട് സഹകരിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ അതിരൂപതയുടെ എല്ലാ ഭാവുകങ്ങളും പിന്തുണയും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ ശുശ്രൂഷ ദൈവം കാണുന്നു എന്നാണ് എൽറോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ദൈവത്തെ കണ്ടവരാണ്. ദൈവത്തെ കണ്ട മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധികളിലും മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം കാണുന്നുണ്ട്. സ്വർഗത്തിലിരുന്ന് ദൈവം കാണുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുന്നു എന്നാണ്, ദൈവം വളർത്തുന്നു എന്നാണ്, ദൈവം വഴി നടത്തുന്നു എന്നാണ്, ദൈവം കാണുന്നു എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചില കാര്യം കണ്ടുവച്ചിട്ട് വെറുതെ കണ്ണടച്ചിരിക്കുന്നത്. പക്ഷേ ദൈവം കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്രകാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാം ദൈവഹിതപ്രകാരം നിറവേറ്റുവാനും എന്ത് ചെയ്താലും എപ്പോൾ ചെയ്താലും തിരുസഭയോട് ചേർന്ന് ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും മാർഗനിർദ്ദേശം തരാനും ഒക്കെ നമുക്കിവിടെ വികാരിയച്ഛന്മാരുണ്ട്. നിങ്ങളെല്ലാ കാര്യത്തിലും അച്ഛന്മാരുമായിട്ട് കൂടി ആലോചിച്ച് ചെയ്യുക. അപ്രകാരം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെയും അനേകർക്ക് ഫലം ചെയ്യുവാൻ സഭയോട് ചേർന്ന് ചെയ്യുമ്പോൾ അത് ഒരുപാട് ഫലം പുറപ്പെടും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താലും അങ്ങനെ പലതും ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ഫലം കുറവായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല, ഞാൻ ജെറുസലേമിൽ പോയി നെടുന്തൂണുകളായ അപ്പസ്തോലന്മാരോട് സംസാരിച്ച് അവരുടെ ഉപദേശം സ്വീകരിച്ചു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എൻ്റെ അധ്വാനം വൃഥാവിലാകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു. നമ്മുടെ അധ്വാനം അനുഗ്രഹമുള്ളതാകണമെങ്കിൽ ഇത്തരത്തിലുള്ള സഭയോട് ചേർന്ന പ്രവർത്തനങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും തിരുസഭയുടെ ഏറ്റവും വിശ്വസ്തരായ മക്കളും
സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും ദൈവരാജ്യത്തിനും ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനങ്ങളായിരിക്കും എന്ന് ഓർക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ദൈവവും ആശംസിക്കുന്നു. ഈ എൽറോയ് മിനിസ്ട്രി തിരുസഭയുടെ അഭിമാനമായ ഒരു മാധ്യമ ശുശ്രൂഷയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ മാധ്യമ ശുശ്രൂഷയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തെ ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ആധ്യാത്മികവും ശാരീരികവുമായ വരദാനങ്ങൾ നൽകി ധന്യരാക്കണമേ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കഴിയണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. ഇവിടെ ഷൂട്ട് ചെയ്ത് സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെയും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനും തിരുസഭയുടെ ഉപരി നന്മയ്ക്കും ഇടവരുത്തട്ടെ. ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. അങ്ങേ പരിപാലനയിൽ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ദൈവമേ, നിന്റെ നിൻഗ്രഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ, നിന്റെ പ്രമോദനം. കണ്ണുകൾ നിൻ ദിവ്യശോഭതഴുകി നിൽക്കൂ. കാതുകൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും എൽറോയ് മിനിസ്ട്രിയുമായി സഹകരിക്കുന്ന എല്ലാവരോടും അവരുടെ നിയോഗങ്ങളോടും പ്രവർത്തനങ്ങളോടും കൂടി ഉണ്ടാകുന്നതായിരിക്കും. സമൃദ്ധിയില് നമ്മൾ ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. അഭിമന്യ ജോസഫ് പാമ്പ്ലാനി പിതാവ് ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അഭിമന്യ പിതാവെ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ജോൺസൺ എൽറോയ് മിനിസ്ട്രിയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളെ, നല്ലവരായ സഹോദരങ്ങളെ, സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ സന്തോഷ ദിവസത്തിൽ നമ്മളൊരു കാര്യമൊന്ന് അനുസ്മരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധത്തിൽ സാവൂള് പൗലോസായത് ഒരു തട്ടിവീഴ്ത്തലിലൂടെയാണ്. 2011 ഈ സ്ഥാപനത്തിൻ്റെ തൊട്ട് മുൻപിൽ ഒരു ആക്സിഡൻറ്റിലൂടെ ഒരു ദൈവനിയോഗത്തിൻ്റെ അടയാളം ലഭിച്ച വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ജോൺസൺ. ഇതിന് തൊട്ട് മുമ്പിൽ ഒരു ആക്സിഡൻറ്റിലൂടെ 2011 ദൈവം കൊടുത്ത ഒരു സന്ദേശമാണ്. ആ അപകടം ഒരടയാളമായി കൊടുക്കുകയായിരുന്നു. 12 അദ്ദേഹം തെരുവ് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. മാനസിക രോഗികളെ തെരുവിൽ നിന്നും എടുത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി ആരംഭിച്ചു. തുടർന്ന് അത് വളർന്ന 1 വർഷത്തിന് ശേഷം തെരുവ് ശുശ്രൂഷയിലേക്കും ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൺവെൻഷനുകളും ഒക്കെയായിട്ട് തമ്പുരാൻ അന്ന് തട്ടിമറിച്ചിട്ട ജോൺസണിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് 1 വർഷം തികയാൻ പോകും. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ, നമ്മൾ ജന്മത്തിരുനാൾ ആഘോഷിക്കുകയാണ് സെപ്റ്റംബർ 8. ആ സെപ്റ്റംബർ 8-ന് 1 വർഷം പൂർത്തിയാക്കുക. അതിനു മുമ്പ് നമ്മളിവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടി വചന പ്രഘോഷണ മത്സരം നടത്തി. അപ്പം അതിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമുക്ക് പിതാവിനെ ഇവിടെ ലഭ്യമായത്.
അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അത് സന്തോഷകരമായ അനുഭവത്തിലൂടെ അല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ പലപ്പോഴും നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമായ വിധത്തിൽ പ്രവർത്തനങ്ങളിലൂടെയാണ് ദൈവം ഏതൊരു വ്യക്തിയെയും തിരഞ്ഞെടുത്ത് വലിയ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുന്നത് എന്നതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മകുട ഉദാഹരണമാണ്, തെളിവാണ് ഈ എൽറോയ് മീഡിയ മിനിസ്ട്രി. അപ്പോൾ തീർച്ചയായിട്ടും അഭിവന്യ പിതാവിനെയും ഇവിടെ വന്നിരിക്കുന്നവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമുക്കറിയാം, അഭിവന്യ പിതാവ് ഇന്ന് കേരള സഭയിൽ മാത്രമല്ല ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അഭിവന്യ പിതാവ്. നമുക്കറിയാം, നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ തുടക്കം കുറിച്ചിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഇന്ന് കേരള സഭയ്ക്കും പൊതുവിലും വളരെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമ്മളുടെ ചരൽ ഇടവകയിൽ നിന്നും ജന്മം കൊണ്ട തലശ്ശേരിയുടെ പുത്രനായ അഭിവന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിലൂടെ ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. KCBCയുടെയും സീറോ മലബാർ സഭയുടെയും മാധ്യമ കമ്മീഷൻ ചെയർമാൻ എന്ന പദവിയാണ് ഇപ്പോൾ പിതാവിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന പിതാവ് വഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏതാണ്ട് ഒരു 10-50 കാര്യങ്ങൾ പിതാവ് ഉത്തരവാദിത്തങ്ങൾ കർമ്മനിരതനാണ്. ലോകം മുഴുവനും സീകാറ്റ് എന്ന പ്രോഗ്രാമിലൂടെ പിതാവ് ഇന്ന് അറിയപ്പെടുന്നു, ശാലോം മീഡിയയിലൂടെ. അതോടൊപ്പം തന്നെ നമ്മുടെ തലശ്ശേരിയിൽ നടത്തുന്ന ദൈവശാസ്ത്ര പഠന കോഴ്സ്, ബൈബിൾ അപ്പസ്തോലേറ്റ് തുടങ്ങിയ അത് കേരള സഭയ്ക്ക് പോലും ഇന്ന് അഭിമാനമാണ്. മതബോധന രംഗത്ത് കുട്ടികളുടെ പുസ്തക നിർമ്മാണ മേഖലയിലും എന്നുവേണ്ട സഭയിൽ ഏതെല്ലാം ശുശ്രൂഷകളുണ്ടോ അതിൻ്റെ എല്ലാം പ്രധാന ഭാഗത്ത് നമ്മുടെ അഭിമാനമായ അഭിവന്യ പിതാവുണ്ട്. ഇനിയും പിതാവിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെങ്കിലും പിതാവെ നന്ദി നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഈ എൽറോയ് മീഡിയ മിനിസ്ട്രിയിലേക്ക് കടന്നു വരികയും ഈ സ്ഥാപനത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി തീർക്കുകയും ഞങ്ങളോട് കൂടെ ആയിരിക്കുകയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും നല്ല വാക്കുകളാൽ ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത അഭിവന്യ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ പിതാവ് തന്നെ ഇന്ന് സൂചിപ്പിച്ചു, സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ 10 മടങ്ങ് വർദ്ധിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഇത് സഭയോട് ചേർന്ന് സഭയുടെ ഉള്ളിൽ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു സ്ഥാപനമാണ്. അപ്പോൾ ഈ മീഡിയ ഇരിക്കുന്ന ഈ ഇടങ്ങളിൽ ഇടതും വലതുമുള്ള 2 ഇടവകയുടെ വികാരിമാര് ഇപ്പോൾ നമ്മളോട് കൂടെയുണ്ട്. ഇതിനു മുമ്പ് ഇതിന്റെ ആരംഭം മുതൽ ഇവരുടെ സജീവമായ സാന്നിധ്യവും പ്രോത്സാഹനവും നമുക്ക് ലഭിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, ജോർജ് അച്ഛ ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ ഇതിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ കാണിച്ച സ്നേഹത്തെയും ആ കരുതലിനെയും ഞങ്ങൾ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് ഈ മിനിസ്ട്രിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാസ്റ്റർ സിസ്റ്റേഴ്സ് പുറമേയില്ലേ, ഇതിന്റെ ആരംഭകാലം മുതൽ നമ്മൾ പറഞ്ഞു സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി കൗതാശികരമായ കാര്യങ്ങൾ, ഒരുപക്ഷെ ആ തരണം നടക്കേണ്ട കാര്യങ്ങൾ അതിനെല്ലാം നേതൃത്വം നൽകി. ഇവിടെ ഒരു കൊച്ചു പൂ വെക്കണമെങ്കിൽ പോലും അവരുടെ സാന്നിധ്യമുണ്ട്. ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും അതിനോട് സഹകരിച്ചുമൊക്കെ സിസ്റ്റേഴ്സ് പുറവേളിലെ സിസ്റ്റേഴ്സ് ഈ മീഡിയ മിനിസ്ട്രിയോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ശക്തിയാണ്, കരുത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ മിനിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മിനിസ്ട്രിയുടെ ശക്തി എന്ന് പറയുന്നത് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ടീമുണ്ട്. ഈ നിൽക്കുന്നവരെല്ലാവരും സുശാന്ത് ഉൾപ്പെടെ നല്ലൊരു ടീം, പുറമെ ഒരുപാട് ടീം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പ്രോഗ്രാമിന് സഹായിക്കാൻ വേണ്ടി നിരവധി കരങ്ങൾ ഈ എൽറോയ് മീഡിയ മിനിസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ഇതിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന, പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു പ്രത്യേക സംഭവം നടക്കുന്നത് നമ്മുടെ എൽറോയ് മീഡിയ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഒരു വചന പ്രഘോഷണം കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്നു. അതിൽ
സമ്മാനാർഹരായ കുട്ടികൾക്ക് സമ്മാനം നൽകുക എന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ ഉണ്ട്. അതിൽ സമ്മാനാർഹരായ കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ രക്ഷിതാക്കളുണ്ട്. അവരെല്ലാവരെയും ഞാൻ കൃത്യമായിട്ട് സ്വാഗതം ചെയ്ത് നിങ്ങളുടെ പേരുകൾ സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പങ്കെടുത്ത കുട്ടികളെയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച അധ്യാപകരെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ആ കുട്ടികൾ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് പറയണം, നിങ്ങൾ ഞങ്ങളെ ഇതിന് അനുവദിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഈ തരത്തിൽ നിന്നും സമ്മാനം മേടിക്കാൻ സാധിച്ചത്. ഇത് മറ്റു കുട്ടികൾക്ക് ഒരു പ്രചോദനമാകണം, മറ്റു മാതാപിതാക്കൾക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമ്മാനാർഹരായ എല്ലാ കുട്ടികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുള്ളവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് എല്ലാവരെയും പിന്നെ ജോൺസനെ കുറിച്ച് മാത്രം ഒറ്റ വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഞാൻ കുറച്ച് കാലമേ ആയുള്ളൂ, ഏതാനും മാസങ്ങളെ ആയുള്ളൂ ഞാൻ ഇവിടെ അത്യാവശ്യം സഹകരിച്ച് പോകാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ പല പ്രാവശ്യം കേട്ട് തർമ്മിച്ച ഒരു വാക്കാണ് ജോൺസന്റെ വായിൽ നിന്നും. ഞാൻ ഇവിടുത്തെ ഒരു പണിക്കാരനാണ്, ഇത് കർത്താവിൻ്റെ സ്ഥാപനമാണ്, കർത്താവാണ് ഇത് നടത്തുന്നത്, ഞാൻ ഇവിടുത്തെ ഒരു പണിക്കാരനാണ്. ഒരു എൻ്റെ ഹൃദയത്തിൽ ജോൺസണിൽ നിന്നും കേട്ട് മുടങ്ങിയ ഒരു വാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു അതെന്ന് നഷ്ടപ്പെടുന്നു അന്ന് ഒരു പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ തളർച്ച ആരംഭിക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ജോൺസന്റെ ആ ഒരു മനോഭാവവും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കരുതലും ഒക്കെ ഞങ്ങൾക്കും പ്രചോദനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോൺസനെയും ജോൺസന്റെ കുടുംബത്തെയും ഒത്തിരി നന്ദിയോടെ സഭയ്ക്ക് വേണ്ടി ഓർക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ രാവിലെ ഉച്ചവരെ വീട്ടിൽ കന്നുകാലിയെ നോട്ടവും കുടുംബത്തിലെ പരിപാടികളും വിളിക്കുമ്പോൾ ചില ഫോണെടുക്കാൻ പറ്റുന്നത് കാണും. അപ്പോൾ കന്നുകാലികൾക്ക് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിശ്രമിക്കും. വീട്ടിലെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ചിലപ്പോൾ എനിക്കൊക്കെ നാണക്കേട് തോന്നാറുണ്ട്. അതുപോലെ മാതൃകാപരമായി കുടുംബത്തെ സംരക്ഷിക്കുന്ന, കുടുംബത്തിൽ ജോലി എടുക്കുന്ന, അദ്ദേഹം പറഞ്ഞതാണ് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ വചനം അനുസരിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോൺസനെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. അഭിമന്യ പിതാവെ സംസാരിക്കുവാനും സമ്മാനം വിതരണം ചെയ്യുവാനും വേണ്ടിയിട്ട് സ്നേഹത്തോടെ എൽറോയ് മിനിസ്ട്രിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാണ്. ഈ ഒരു സംരംഭം നിങ്ങളുടെ ദൈവജനത്തിൽ ആഴപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിങ്ങൾ നടത്തിയ ഈ ഒരു പരിശ്രമം ഏറെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്നതാണ് വളരെയേറെ സന്തോഷമുണ്ട്. പങ്കെടുത്ത മക്കളെയും അതുപോലെ തന്നെ സംഘടിപ്പിക്കുന്നതിന് പരിശ്രമിച്ച എല്ലാവരും അതിന് എല്ലാവിധ പിന്തുണകൾ നൽകിയ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരെയും സിസ്റ്റേഴ്സിനെയും ഞാൻ ദൈവവും അഭിനന്ദിച്ചുകൊണ്ട് സമ്മാനാർഹരെ ക്ഷണിക്കുന്നു. നമുക്ക് മീഡിയയുടെ പ്രസക്തിയെക്കുറിച്ച് അങ്ങനെ സൂചിപ്പിച്ചതാണ്. അത് ഒരു 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും വീണ്ടും അതിൻ്റെ പ്രാധാന്യം കൂടുതൽ വെളിപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് മീഡിയയ്ക്കുള്ള പ്രസക്തിയെക്കുറിച്ച് പറയുന്നത്. ഏതൊരു നന്മയ്ക്കും വ്യൂവേഴ്സ് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഒരു തിന്മയെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് മില്യൺ വ്യൂവേഴ്സ് ഒക്കെ വരുന്നതും ഒരു പ്രശ്നം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു സാധ്യത അത് എൽറോയ് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ആളുകളിലേക്ക് നന്മയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ധാരാളമായി തിന്മയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രകാശമായി നന്മയെ എല്ലായിടത്തും അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. എല്ലാ വിജയാശംസകളും നമ്മുടെ സ്വന്തമായ ജോൺസൺ എല്ലാ വിജയാശംസകളും നേരിടുകയാണ് പ്രാർത്ഥിക്കുക. അതുപോലെ സമ്മാനാർഹരായിട്ടുള്ള കുട്ടികൾക്കും എല്ലാ ഭാഗങ്ങളും നേരിടുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരങ്ങൾ, സമ്മാനാർഹരായ കുഞ്ഞുമക്കൾ, ജോൺസൺ ഞാനിവിടെ പള്ളിയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് വന്നു സഹായിച്ചു. ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതിനൊക്കെ മുമ്പ് തന്നെ വളരെ അടുത്ത ബന്ധം ഈ കുടുംബവുമായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട മാണി മേലോട്ടത്തിലെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. അച്ഛൻ്റെ കൂടെ ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്.
അച്ഛൻ വയ്യാതെ കിടന്ന സമയത്ത് ഞാൻ ചുമതല ആശുപത്രിയിൽ പോയി കാണാനായിട്ട് പലവട്ടം ഇടവന്നിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ പരിചയക്കാരാണ്. തോമാച്ചൻ മാഷ് എന്നെ 4ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിച്ച ആളാണ്. ബേബി മാഷ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായിട്ടൊക്കെ ജോലി ചെയ്യുകയാണ് മുസ്ലിം ലീഗിൻ്റെ. അതിനു മുമ്പ് ഞങ്ങൾ TSSലുള്ള സമയത്ത് വളരെ സജീവമായി ക്രെഡിറ്റ് യൂണിയൻ്റെ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും ആധ്യാത്മിക വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കാണുന്നത്, വളരെ എനർജിയുള്ള ആളുകൾ ആധ്യാത്മിക വഴിയിലേക്ക് ചേർന്നിരിക്കുന്നത് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നിൽക്കുന്ന നിങ്ങൾ പലരും മുൻപരിചയമുള്ള ആൾക്കാരാണ്. എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് നല്ല ഒരു മിനിസ്ട്രി ഈ രീതിയിൽ ഒരുക്കി വയ്ക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് അത് അനുഗ്രഹമായിട്ട് തീരുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കൂടെ വിളിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച നല്ല സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും പിതാവ് പറഞ്ഞ പോലെ ഉപരി നന്മയ്ക്കായി ദൈവമഹത്വത്തിനായിട്ട് ചേർത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ബഹുമാനപ്പെട്ട ബേബി സാർ ആദ്യമേ തന്നെ സൂചിപ്പിച്ച പോലെ ഒരിക്കലും ഒരു അഹങ്കാരമില്ലാതെ ജോൺസൺ ചേട്ടനെ പോലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ ഒരു ദൈവിക ചൈതന്യം എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടും ഈ മിനിസ്ട്രിയെ അനേകങ്ങളിലേക്ക് നന്മയ്ക്കായിട്ട് പരിവർത്തിപ്പിക്കാനായിട്ടും ദൈവം ഇടയാക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും സപ്പോർട്ടും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ഒരു 10 വർഷത്തിന് മുമ്പ് ഈ മീഡിയയുടെ പ്രവർത്തനങ്ങൾ തെരുവചനത്തിലൂടെ ആരംഭിക്കുക. അന്ന് മുതൽ പങ്കെടുക്കുവാനും തെരുവിൽ പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനും ദൈവം പ്രത്യേകം ദ്രവം നൽകിയത് ഞാൻ ഓർക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ മാവോട് 4ാം ക്ലാസ്സിൽ അച്ഛനെ പൂവത്തച്ഛനെ വേദപാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായിട്ട് പിന്നെ കിട്ടിയ യോഗക്കാരനും രക്ഷിയുടെ പേരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വൈദികരെയും സമർപ്പിതരെയും പ്രത്യേകം എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. ഞാൻ നമ്മുടെ പാമ്പ്ലാൻ പിതാവിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ പാമ്പ്ലാൻ പിതാവിൻ്റെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ എൻ്റെ മൊബൈൽ ഫോണിൽ ഏതാണ്ട് 100-300-ലധികം സന്ദേശങ്ങൾ കിടപ്പുണ്ട്. ഞാനത് വീഡിയോ നോക്കും. എനിക്ക് പിതാവ് പല പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച് എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി ദൈവം എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞ ഒരു അനുഭവ കഥ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴ ഈ ക്രിസ്ത്യനിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു സാക്ഷി ഞാൻ എൻ്റെ മനസ്സിൽ പോകും. അതൊരു മിനിറ്റ് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പിതാവ് പറഞ്ഞ അന്ന് പിതാവിലെ വൈദികനായിട്ട് ആലുവ സെമിനാരി ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പിതാവ് ഒരു കർണാടക ബസ്സിൽ കയറി ഇരുന്നപ്പോൾ പിതാവിൻ്റെ അടുത്ത സീറ്റിൽ ഒരാളെ കൊണ്ടാണ് മൂടി മതിച്ചിരിക്കുവാണ്, അറിയത്തില്ല കണ്ടക്ടർ അവിടെ എത്തി. അപ്പോൾ ആ സമയത്ത് രാത്രി ഒരു 1:30 ആയപ്പോഴത്തേക്കും അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഫോൺ വന്നു. അന്നേരമാണ് അവിടെ അടുത്ത ആളിരിക്കുന്ന ആൾ ആരാന്നൊരു പിതാവിന് തിരിയുന്നില്ല. ഇപ്പോൾ പറഞ്ഞ് ആ സ്ത്രീ ആണ് അന്നേരം അറിയുന്നതെന്ന് പറഞ്ഞ പിതാവിനോട് സംസാരിച്ചത് അന്ന് പാമ്പ്ലാനി ജോസഫച്ചനാണ്. അതെ. അപ്പോൾ പിതാവ് ആശ്ചര്യപൂർവ്വം ചോദിച്ചു, ആരാണ് ഞാൻ ജോസഫച്ചനാണ് നിന്നോട് പറഞ്ഞു? ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അറിയത്തില്ല. അവിടെ ഇരുന്ന ആളെ പോലും പിതാവ് മനസ്സിലാക്കിയിട്ടില്ല. അന്നേരം പറഞ്ഞ് എന്നോട് ഇപ്പോൾ ഒരാൾ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു, നിന്റെ അടുത്തിരിക്കുന്ന ആള് ജോസഫ് പാമ്പ്ലാനിയാണ്. പക്ഷേ അദ്ദേഹത്തോട് എൻ്റെ സങ്കടം പറയാൻ. അദ്ദേഹത്തിൻ്റെ സങ്കടത്തിന് ചെറിയൊരു വാക്ക് പറഞ്ഞാൽ ആ കുട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരോട് പ്രേമബന്ധത്തിൽ കുടുങ്ങി കോട്ടയത്ത് എവിടെയോ ഒരു അവനെ പ്രേമിച്ച ആളെ വിവാഹം നടത്തുക. അയാൾ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ വിവാഹം കുഴപ്പാൻ വേണ്ടി അവർ പോയിട്ട് വരികയാണ്. ഭാഷ മനസ്സിലാകാത്ത പിതാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ യേശിയില്ല, അവിടുത്തെ ചേട്ടന്മാർ അച്ഛന്മാരെല്ലാം അവരെ ഓടിച്ചു പോയി. അപ്പോൾ അങ്ങനെ അവൾ നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസ വചനമായിട്ട് പിതാവിനോട് ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം, ദൈവം എല്ലാം അറിയുന്നു എന്നുള്ള വലിയ ചിന്ത എൻ്റെ ജീവിതത്തിൽ എന്നെ ആഴത്തിൽപ്പെടുത്തിയ ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ ഇതുവരെ ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും പിതാവ് പറഞ്ഞ ഈ സന്ദേശം ഞാൻ ഓർക്കും. എന്നാലും പിതാവ് കുട്ടിയോട് ഉപദേശമൊക്കെ കൊടുത്തു. ഞാൻ അങ്ങനെ പിതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ആശ്വസിപ്പിച്ച് വിട്ടു. എന്നാൽ പിതാവ് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് എൻ്റെ ഫോൺ നമ്പർ കിട്ടിയത്? അന്നേരം അവർ പറഞ്ഞു, അതെനിക്കറിയത്തില്ല, കൊല്ലത്തുനിന്നുള്ള ഏതൊരു സ്ത്രീ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ഈ നമ്പറിൽ പറയാൻ. ആ സ്ത്രീയോട് ചോദിച്ചിട്ട് അവർക്ക് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കിട്ടി. അത് പ്രകാരം പറഞ്ഞാൽ പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോ അറിയുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് അറിയുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ക്രൈസ്തവ ജീവിതം വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഓരോ സ്വരങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് വരും. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് അതിനൊരു ബോധ്യം ഉണ്ടാവും. പിന്നെ മഹത്വം പറയാനായിട്ടൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ 26 വർഷമായിട്ട് ഒരു പ്രാവശ്യം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ കർത്താവ് അത്ഭുതകരമായ രീതിയിൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഈ മീഡിയയിൽ സാക്ഷ്യം പറയുന്നത് നമ്മൾ വിശുദ്ധ കുർബാനയോട് ബലിപീഠത്തോട് ചേർന്ന് നടത്തുന്ന ശുശ്രൂഷയായത്. ജോൺസണും ഞങ്ങളുടെ ഈ ടീമും പ്രവർത്തിച്ച എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രവർത്തിച്ച ശേഷം എല്ലാ പ്രവർത്തനങ്ങൾക്കും പോകാറുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഈ മീഡിയയോട് നിങ്ങൾ സഹകരിക്കുന്ന കാരണം ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അത് പിതാവിനെ ഇവിടെ കൊണ്ടുവരണം. പക്ഷേ പിതാവിനെ വിളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് പിതാവെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പിതാവാണ്.
വളരെ പിതൃത്വ സ്നേഹത്തോടുകൂടി ഞങ്ങളെല്ലാം ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ഞങ്ങൾക്ക് പിതാവുകൾ വരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ ആശീർവദിക്കണം. അതുപോലെ തീർച്ചയായിട്ടും സമയം പിതാവിന് സമയം തന്നെ ഞങ്ങൾ ഇവിടെ വന്നതാണ്. പിതാവിന് ഞാൻ ആദ്യമായിട്ട് പിതാവിന് ഈ മീഡിയയുടെ എൽറോയ് മിനിസ്റ്ററുടെ പേരിൽ കൃതജ്ഞത പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഇടത്തുമരത്തിൽ ജോസഫിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വികാരിച്ചമാരും ഞങ്ങളെ സഹായിക്കാറ്. ഞങ്ങളെ തെരുവുകളിലൊക്കെ പോകുന്നത് മനസ്സിലായിട്ടില്ല, എല്ലാവരും സഹായിക്കാറുണ്ട്. ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതിന് ഭാഗ്യം അവർക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിലെ ഈ സിസ്റ്റേഴ്സ് ഇവരുടെ ഗവൺമെൻറ് ഞങ്ങൾ ഏറ്റവും അധികം സഹകരിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും വരിക എപ്പോൾ വിളിച്ചാലും കൂടി ഇവർ സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പ്രത്യേകം ഞാൻ അനുഭവം ഓർക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യമാണ് ഞങ്ങൾ ജോൺസനെ ഓർക്കുക. ജോൺസൺ മുഖാന്തരം ഞങ്ങൾ ആരംഭിച്ച പുസ്തകം നിരവധി സ്ഥലങ്ങളിൽ ദൈവത്തിന് വചനം കൊടുക്കുവാൻ അനേകായിരങ്ങൾക്ക് ഈശോയെ കൊടുക്കുവാനായിട്ട് പറ്റും, കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി തിരിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയ സംഭവം കൂടെ പറഞ്ഞ വൃത്തിയാണ്. ഞങ്ങളുടെ സ്ഥലത്ത് മാട്രയിൽ ഒരു മലയുടെ ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ ദൈവത്തിന് പ്രഭാഷണം നടത്തി, ഞാൻ ജോൺസൺ എല്ലാം കൂടി. അപ്പോൾ അവിടെ ആരുമില്ല, RSS BJP ചെറിയ കോളഞ്ഞാണ്, 5 സെന്റ് സ്ഥലമീകം ആൾക്കാർ താമസം, ഒറ്റ ആളുകളുടെ പരിപാടി വന്നില്ല. ഞാൻ ജോൺസൺ നമുക്ക് പ്രസംഗിക്കാം. ഞങ്ങളവിടെ പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ ആൾക്കാർ പറഞ്ഞത് BJP എല്ലാവരും പ്രത്യേകം കണ്ടുകൂടിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് നീങ്ങുന്ന ആൾക്കാരാണ്. അവരെന്ത് പറയുമെന്ന് അറിയത്തില്ല. ഏതായാലും വചനം പറഞ്ഞു. ഞാൻ ദൈവവചനം വിശുദ്ധരാണ്. ഇതുപോലെ ഗ്രന്ഥം ലോകത്തിലില്ല. ഈ വചനം പ്രസംഗിക്കപ്പെടുന്നവർക്ക്, കേൾക്കപ്പെടുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന ബൈബിളിനെ പറ്റി ഞാൻ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞാൽ വേഗം ഓടിക്ക് ഞാൻ കടാമസ്ഥലുണ്ട്, അവിടെ ഓടി പോവുക. എന്നാലും അതിൻ്റെ ഒരാൾ BJP-കാരൻ്റെ കൈ കാണിച്ച് വിളിച്ചോണ്ട് ഇരിക്കാൻ പറഞ്ഞു. സഹോദരൻ പറഞ്ഞു നിന്നേന്ന് പറഞ്ഞു. ഞാൻ തന്നെ അടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്, അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഞാൻ ഈ ജനത ബ്രദർ എന്നോട് പറഞ്ഞ പ്രസംഗം ഞാൻ ബൈബിളിലേക്ക് കേട്ടു. ഇത്രമാത്രം ജീവിക്കുന്ന ഒരു ദൈവം ക്രിസ്തു ഉണ്ടെന്ന് ഞാനിവിടെ മനസ്സിലാക്കി. ഞാൻ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നയാളാണ് കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട്. അവരുടെ വീട്ടിൽ മാമോദിസയുടെ ആഘോഷങ്ങൾ നടത്തി, അഗ്നികുർബാനയുടെ ആഘോഷം നടത്തി, പല പരിപാടികളും നടത്തി. അന്നൊന്നും ഞങ്ങളെല്ലാം കണ്ടുപിടിച്ച് ആഹ്ലാദിച്ച് ആരംഭിച്ചും മറിഞ്ഞ് വീഴും. വീട്ടുകാരൻ ക്രിസ്ത്യാനിയാണ്. ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഈശോ രക്ഷകനാണെന്ന് പറഞ്ഞിട്ടില്ല. അതിലൂടെ എന്നോട് എനിക്ക് വളരെ സന്തോഷത്തോടെ എനിക്ക് ബൈബിൾ തരുമോ? ഞാൻ ബൈബിൾ കൊടുക്കാം. ഞാൻ കോളേജിലുള്ള 5-6 വർഷം വിളിക്കുക ബൈബിൾ കൊടുത്തു. ഞാൻ സാക്ഷി പറഞ്ഞ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നമുക്ക് കൊടുക്കുക. അതിനോടൊരു വേദിയായിട്ട് ഈ ശുശ്രൂഷ മാറട്ടെ. അതിന് കൃപ ദൈവം നൽകട്ടെ. സഭയോട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷ പ്രവർത്തിക്കുമെന്ന് പിതാവ് ഞങ്ങൾ വാഗ്ദരിക്കുക. അല്ലാതെ ഒരു പ്രവർത്തനവും ഈ മീഡിയയിൽ ഉണ്ടായിരിക്കുകയില്ല. എല്ലാവരും ദൈവാനുഗ്രഹങ്ങളോട് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ എൽറോയ് മീഡിയയിലെ സഹോദരിമാർ അവിടെ ഇരിക്കുന്നത് അവരെല്ലാം തെരുവിൽ വചനം പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ അവൻ ഞങ്ങളുടെ അവിടെ ആൾക്കാരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരെയും ഞങ്ങളുടെ വാക്കിൽ കൃതജ്ഞത പറഞ്ഞു വാക്കുകൾ ഉത്തരിക്കുന്നു. നന്ദി, നമസ്കാരം.